നമുക്കൊരു കച്ച് വർക്ക് ചെയ്യാം. ഇപ്പോൾ കച്ച് വർക്ക് ആണെങ്കിൽ നമ്മളതിൻ്റെ ഡിസൈനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ റൗണ്ടായിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവിലേക്ക് ഒരു റൗണ്ട് ആദ്യം വരയ്ക്കുക. അപ്പോൾ ആദ്യം ചെയ്ത് പഠിക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് വലിയ റൗണ്ട് എടുക്കണം എപ്പോഴും നല്ലത്. എന്നിട്ട് അതിനെ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഈവൻ നമ്പേഴ്സ് എടുക്കണം എപ്പോഴും, അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഏകദേശം ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരളവ് വേണമെന്നൊന്നുമില്ല. ഏകദേശം ഇപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ഒരു അരയിഞ്ചും ഇങ്ങോട്ട് ഒരു അരയിഞ്ചും കണക്കാക്കി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ പൊതുവെ ഒരു 24 ആയിട്ട് ഡിവൈഡ് ചെയ്യണമായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഒരു 20, അതിലും കുറയ്ക്കണ്ട, അതൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്ര സൈസാണെങ്കിലും ഒരു 20 അല്ലെങ്കിൽ 24 എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചിട്ട് പിന്നെ നമ്മൾ എളുപ്പത്തിൽ ഇപ്പോൾ ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് ഒരു വര കൊടുക്കാം. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് 2 എണ്ണം നമുക്കങ്ങനെ കൈ കൊണ്ട് തന്നെ അങ്ങനെ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ലൈനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത ലൈനിൽ, ഇപ്പോൾ അടുത്ത ലൈനിലേക്ക് ഇങ്ങനെയാണ് സൂചി എടുക്കേണ്ടത്. ഇങ്ങനെ സൂചി എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ, ആ ത്രെഡിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഈ ത്രെഡ് ഇങ്ങോട്ട് എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ലൈനിൽ താഴോട്ട് വരും. ഇവിടുന്ന് മുകളിലേക്ക് പോയി ഇവിടുന്ന് താഴേക്ക് വരും. നമ്മൾ സിക്സാഗായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ സൂചി എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെ എടുക്കുക. നമ്മളെപ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് സൂചി എടുക്കുന്നത്. ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ തന്നെ വയ്ക്കുക. ഈ നൂല് അടിയിൽ കൂടെയാണ് പോകേണ്ടത്. അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ പിടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ അടിയിലോട്ടൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ചെയ്തു പോകാം. വളരെ ഈസിയാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് കച്ച് വർക്കിൽ ഇത് കുറച്ച് ഈസി ഉള്ളൊരു ഡിസൈനാണിത്. ഈ ത്രെഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നിയില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അറ്റത്തെത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങോട്ട് എടുക്കണം. ഇങ്ങോട്ട് എടുക്കാൻ നേരത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ എടുത്തിട്ട് ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ ഒന്ന് എടുക്കാം. അടിയിൽ കൂടെ എടുത്ത് നമ്മൾ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഇതിന് സെക്കൻഡ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ ഇങ്ങോട്ട് എടുക്കുക. ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് പിന്നെ താഴെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ത്രെഡിന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ പോവുക. ഇനി മുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ എടുക്കുക. ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ കൂടി, ഇത് ഇതിൻ്റെ അടിയിൽ കൂടിയാണ്, ഇതിൻ്റെ മുകളിൽ കൂടെ. ഇങ്ങനെയാണ് ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആവേണ്ടത്. ഇങ്ങനെയാണ് ഒരു പീസിന്. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ കൂടെ തന്നെ എടുക്കുക. നമ്മൾ നേരത്തെ മുകളിൽ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ത്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വരും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ വരും. എന്നിട്ട് വീണ്ടും നമ്മൾ താഴെ ഇങ്ങനെ എടുത്ത് മുകളിലേക്ക് പോകുമ്പോൾ ഈ ത്രെഡിൻ്റെ മുകളിൽ കൂടെ തന്നെ അങ്ങോട്ട് പോവുക. നേരത്തെ ചെയ്ത പോലെ തന്നെ. പിന്നെ ഇവിടെ നിന്നും ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ എടുക്കും. പക്ഷേ ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ നമ്മൾ താഴേക്ക് എടുക്കും. ഇതിപ്പോൾ ഞാനിതേ അറ്റത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് തന്നെ എടുക്കുകയാണ്. മുകളിലേക്ക് എടുക്കുമ്പോൾ നമ്മളിത് മുകളിൽ കൂടെ തന്നെ ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കിവിടെ ഇങ്ങനെ കുത്തിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ അതിനെ കെട്ടിട്ട് ഇങ്ങോട്ട് എടുക്കാം. ഇപ്പോൾ ബേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനെ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ ത്രെഡ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് സെയിം കളർ വേണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ നമ്മൾ ഇത് ഓരോ സ്ക്വയറായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഈ കാലുള്ള വശത്തുനിന്ന് എപ്പോഴും കാലിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും ഞാനിവിടെ ത്രെഡ് എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട്
ഇനി നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങി 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 നമ്മൾ ഒരു ഇത് മുകളിലത്തെ ഒരു ഏരിയ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് പോവുക. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ ത്രെഡ് ഇതിൻ്റെ അടിയിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അടിയിൽ കിടക്കുന്ന ത്രെഡിൻ്റെ അടിയിൽ കൂടെ തന്നെ എപ്പോഴും നമ്മൾ നീഡിലെടുക്കും. ഇങ്ങോട്ടെടുത്തിട്ട് അപ്പോൾ ഈ ത്രെഡ് മുകളിലാണ്. അപ്പോൾ ആ ത്രെഡിൻ്റെ മുകളിൽ കൂടെ തന്നെ പോവുക. എപ്പോഴും അടിയിലുള്ള ത്രെഡിൻ്റെ അടിയിൽ കൂടെയും പോവുക, മുകളിലുള്ള ത്രെഡിൻ്റെ മുകളിൽ കൂടെ തന്നെ പോവുക. എന്നിട്ട് ഈ ത്രെഡ് അടിയിലാണ്, അതിൻ്റെ അടിയിൽ കൂടെ എടുക്കണം. ഞാനിതിപ്പോൾ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. പഠിച്ചു കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ത്രെഡ് മുകളിലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് ഈ കാലിൽ കൂടി നമ്മൾ ഇങ്ങോട്ട് ചുറ്റിയെടുക്കണം. എപ്പോഴും ഓരോ കാലിൽ നമ്മളിങ്ങനെ ചുറ്റി എടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. ഇതിങ്ങനെ ഇപ്പോൾ നമ്മൾ ചുറ്റിയെടുത്തതാണ്. അപ്പോൾ ഈ ത്രെഡ് അടിയിലാണ്. അപ്പോൾ ആ ത്രെഡ് അടിയിലാകുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെ നീഡിലെടുത്തിട്ട് ഇതിനെ പതുക്കെ വലിച്ച് ടൈറ്റാക്കണം. അപ്പോൾ ആ കാലിൽ ചുറ്റി നമ്മൾ ഇങ്ങോട്ട് പോവാണ്. അപ്പോൾ ഈ ത്രെഡ് മുകളിലാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ എടുക്കുക. ഇത് അടിയിലാണ്, അതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. എന്നിട്ട് ഈ ത്രെഡ് മുകളിലായതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ എടുക്കുന്നു. ഇത് ലെഗിലിങ്ങനെ ചുറ്റുന്നു. അപ്പോൾ നമ്മൾ ഈ ചെയ്ത് പോകുന്ന, ഇപ്പോൾ ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്തത് ഈ ചെയ്ത് പോകുന്ന സെയിം പ്രോസസ്സാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞത് ഇതൊന്നും അങ്ങോട്ട് പഠിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോന്നിൽ എടുത്തെടുത്ത് പോകുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രെയിം തിരിക്കാണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് പോകാൻ പറ്റും നമുക്ക്. അപ്പോൾ ഞാനിത് ഓരോന്നെടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കോ എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഓർക്കോ. ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മളിതങ്ങ് പഠിച്ചാൽ മതി. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് എത്തി. ഇപ്പോൾ ഇവിടെ 2 ത്രെഡ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ബ്ലൂ ഇതിൻ്റെ മുകളിൽ കൂടെ പോയേക്കണേ, വൈറ്റ് താഴെ കൂടെയാണ്. അപ്പോൾ നമ്മൾ ആ താഴെ കൂടെ ഉള്ള ത്രെഡിൻ്റെ അടിയിൽ കൂടെ നീഡിലെടുത്തിട്ട് നമ്മൾ ഈ ലെഗിൽ ചുറ്റി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ സൂചി താഴോട്ടെടുത്ത് അതിന് നമുക്ക് കെട്ടിടണം എന്നില്ല. കാരണം നമ്മൾ ഇനി അതിൻ്റെ ഇത് ഫൈനലായിട്ട് അവിടെ കുത്തി ഇറക്കിയിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. നമ്മുടെ കൈയുടെ ഒരു പാങ്ങനുസരിച്ച് എനിക്ക് ഇങ്ങോട്ട് തന്നെ ചെയ്യാനാണ് എളുപ്പം തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാലിൻ്റെ അവിടെ നിന്ന് ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമ്മൾ ഈ കാലിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി ഇതുപോലെ തന്നെ ഇങ്ങനെ പോയി ചുറ്റിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ത്രെഡ് അടിയിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെ എടുക്കണം. അടിയിൽ കൂടെ എടുത്തിട്ട് ഈ ത്രെഡും ഇതിൻ്റെ ഈ വൈറ്റാണ് അടിയിൽ നിൽക്കുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് അതിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ഇനി നമ്മൾ പോകുന്നത് ഇങ്ങോട്ട് മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ വൈറ്റ് മുകളിലാണ്, ഈ ബ്ലൂ താഴെയാണ്. അപ്പം നമ്മൾ ആ താഴെയുള്ള ത്രെഡിൻ്റെ അടിയിൽ കൂടെ തന്നെ ഈ നീഡിൽ പൊക്കിയെടുത്തിട്ട് ഇത് മുകളിലാണ്. ഒന്നും ചെയ്യണ്ട, നമ്മൾ ലെഗിൽ ചുറ്റി ഇങ്ങോട്ട് എടുക്കുക. ലെഗിൽ ചുറ്റി ഇങ്ങോട്ട് എടുത്ത് ഇനിയിപ്പോൾ ഈ ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ആയി ഓരോ സ്ക്വയറും നമ്മളിനി കംപ്ലീറ്റ് ചെയ്ത് പോകും. സ്റ്റാർട്ടിങ്ങിൽ മാത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അത് അവസാനമാകുമ്പോൾ കംപ്ലീറ്റ് ആയിക്കോളും. ഇനി വരുന്നത് ഇപ്പം ബ്ലൂ അടിയിലായിരുന്നു, അതിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ഞാനിത് ഓരോന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒറ്റയടിക്ക് ഇതിലേക്ക് പോകാൻ പറ്റും, പക്ഷേ അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഓരോന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇനി വരുന്നത് ഈ വൈറ്റാണ് ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത്. വൈറ്റിൻ്റെ അടിയിൽ കൂടെ നമ്മൾ നീഡിലെടുത്ത് അപ്പോൾ നമ്മുടെ ഈ ബോക്സ് കംപ്ലീറ്റ് ആയി. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ബോക്സ് ഇരിക്കേണ്ടത്. ഇങ്ങനെ ചുറ്റി 4 പീസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു വ്യത്യാസവും ഇല്ല, ഒരെണ്ണം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അവസാനിക്കുന്നിടം വരെ അങ്ങനെ തന്നെ ചെയ്തു പോകും. ബ്ലൂവിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ഇത് മുകളിലാണ്, ഒന്നും ചെയ്യേണ്ട. കാലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത്
അപ്പോൾ ഈ ബ്ലൂ ആണ് അടിയിൽ നിൽക്കുന്നത്, വൈറ്റ് മുകളിലായിരുന്നു. ഇവിടെ വരുമ്പോൾ വീണ്ടും നമുക്ക് ഈ വൈറ്റാണ് അടിയിൽ നിൽക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒരുമിച്ചെടുത്ത് ഇതിപ്പോൾ ഒരു ബ്ലൂവിൻ്റെയും ഒരു വൈറ്റിൻ്റെയും ഇങ്ങനെ വരിക. ഇതിപ്പോൾ നമ്മൾ സെയിം കളർ ത്രെഡ് തന്നെ ഇട്ട് ചെയ്യുമ്പോഴും നമുക്ക് തെറ്റാണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനിത് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് 2 കളർ എടുത്തത്. സെയിം കളറിലും നമുക്ക് തെറ്റാണ്ട് പോകും, കാരണം ഇത് കഴിയുമ്പോൾ നമുക്ക് തെറ്റി അത് മനസ്സിലാവും തെറ്റിയിട്ടുണ്ടെന്ന്. നമ്മളിപ്പോൾ ഇതിൻ്റെ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പീസാണിത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് അവസാനിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ബ്ലൂവിൻ്റെ അടിയിൽ കൂടെ എടുത്ത്, അതായത് വൈറ്റാണ് മുകളിൽ നിൽക്കുന്നത്, ബ്ലൂ അടിയിൽ നിൽക്കുന്നത്, പിന്നെ ഈ വൈറ്റിൻ്റെ അടിയിൽ കൂടെ സെയിം നമ്മൾ നേരത്തെ ചെയ്ത തുടങ്ങിയ പോലെ തന്നെയാണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാലയിൽ ചുറ്റി, ലെഗിൽ ചുറ്റിയിട്ട് നമ്മൾ തുടങ്ങിയത് ഇവിടെ നിന്നാണ്, ഇവിടെ തന്നെ നമ്മളത് അവസാനിപ്പിച്ച് പിന്നെ നമ്മൾ ബാക്കിൽ അതിൻ്റെ കെട്ടിട്ടെടുക്കുക, അത്രേ ഉള്ളൂ. ബാക്കിൽ കെട്ടിട്ടെടുക്കുക. ഇതിപ്പോൾ ഞാൻ വലുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എളുപ്പത്തിന് ചെയ്തതേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമുക്ക് ബെഡ്ഷീറ്റിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലുതാക്കിയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ ലൈൻസ് എടുക്കുന്നത് ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം എന്ന് മാത്രം. ഇതിൽ ഞാനിപ്പോൾ 24 എടുത്തിട്ടുള്ളൂ. പിന്നെ ഗ്യാപ്പ് കൂട്ടിയെടുക്കാം, കുറച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് 20 വേണമെങ്കിൽ 20 വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 18 എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയ പീസ് വേണമെങ്കിൽ ഇപ്പോൾ അതേ ചെറുതായിട്ട്, രണ്ടും ചെറുതാണ്, അതായത് ഈ സൈസിലെടുക്കാം, പിന്നെ അതിൻ്റെ ചെറിയ സൈസിലെടുക്കാം. ഇപ്പോൾ നമുക്ക് ചുരിദാറിലൊക്കെ ചെയ്യണമെങ്കിൽ ചെറുത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നല്ല ഭംഗിയുള്ളൊരു വർക്കാണത്. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.